അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. ഞാൻ വ്ളോഗ് ചെയ്യാട്ടാ, അപ്പൊ സംസാരിക്കും. അപ്പൊ ചേട്ടൻ അത് മൈൻഡ് ചെയ്യണ്ട. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? സുഖാണോ? സോ നമ്മള് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് me and Ashik both came to Kerala. സോ ആഷിക് ഇസ് ഇൻ തൃശ്ശൂർ ആൻഡ് ഐ എം ഇൻ ട്രിവാൻഡ്രം. പക്ഷെ ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തല്ല, ഞാൻ ഇപ്പം എറണാകുളത്താണ്. എറണാകുളത്ത് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫ്രണ്ട് വൈഷുവിനെ കാണാൻ വന്നതാ. ഐ തിങ്ക് ഐ മെൻഷൻഡ് ഹെർ ഇൻ വൺ ഓഫ് മൈ വീഡിയോസ്. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ പറഞ്ഞ ഒരു ഫ്രണ്ടിനെ കാണിച്ചില്ലേ, വൈഷ്ണവി. സോ ഐ എം ഗോയിങ് ടു മീറ്റ് ഹെർ. ഐ ഹവ് നോട്ട് മെറ്റ് ഹെർ സിൻസ് 2020. അതായത് 2020 ഞങ്ങളെ സുപ്രിയയുടെ കല്യാണം കഴിയുന്ന അന്നാണ് കാണുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം ഷി വാസ് പ്രഗ്നന്റ് ഓൾസോ. കുട്ടിക്ക് 4 വയസ്സ് വരെ ആവാറായി. ആൻഡ് ഐ ഹവ് നോട്ട് മെറ്റ് ഹെർ. അതായത് 5 വർഷമായി ഇപ്പം ഞാൻ അവളെ കണ്ടിട്ടും. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇൻ ദിസ് 5 years ഞാൻ നാട്ടിലോട്ട് വന്നതും എനിക്ക് തോന്നുന്നു 2 or 3 times. That's it. And in those 2 or 3 times എനിക്ക് തോന്നുന്നു ഒരു തവണ തൃശ്ശൂർ ആഷിക്കിന്റെ അങ്ങോട്ടാണ് വന്നത് 2023. ആഫ്റ്റർ ദാറ്റ് ഐ ഹവ് നോട്ട് കം ഓൾസോ. സോ ആ തൃശ്ശൂര് വന്നപ്പോഴും we didn't go meet her. I had plans. ഞാൻ 2-3 തവണ അവളെ കാണാൻ പോണെന്ന് പറയും, വേറെ പരിപാടികൾ വരെയും അങ്ങനെ കാണാൻ പറ്റില്ല. അല്ലാണ്ട് ഞാന് വെരി ഷോർട്ട് വിസിറ്റിന് ട്രിവാൻഡ്രത്തോട്ട് എപ്പോഴും ഒരിക്കൽ വരികയും ചെയ്തു. സോ ഇൻ ദിസ് ലാസ്റ്റ് 5 years I have not met her. And അവളാണെങ്കിൽ ഇല്ലാത്ത പരാതിയില്ല, നീ ഇവിടെ വന്നിട്ട് എന്നെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വേണം. അപ്പൊ I thought I will actually go surprise her. So we are on the way to our home. Sharath is not there. Sharath actually ഡൽഹിയിൽ പോയി. അപ്പോ എന്റെ അടുത്ത്, ഞാൻ ശരത്തിന്റെ അടുത്താണ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ശരത് ഹാസ് ടോൾഡ് ഹിസ് മോം ആൻഡ് ഹിസ് ബ്രദർ. സോ വി ആർ ഓൺ ദ വേ. എനിക്കൊരു 8:45 ആയി. 8:50 ഒക്കെ ആകുമ്പോൾ I will reach her place and then let's see. അവിടെ നിന്ന് പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇന്ന് എറണാകുളത്ത് വന്നിട്ട് എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്ലാൻ ഇല്ല. ഇവളെ കാണണം. പിന്നെ I have one other friend who I have not met in 18 or 19 years. അതായത് 8th ക്ലാസ്സിൽ ഞാൻ ദുബായിൽ പഠിക്കുമ്പോ അപ്പോഴാണ് ലാസ്റ്റ് കാണുന്നത്. അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. സോ ഷീസ് ഓൾസോ ഹിയർ ഇൻ കൊച്ചി. സോ ഐ മെസ്സേജ് ബിഫോർ കമ്മിങ്. സോ പറ്റുന്നുണ്ടെങ്കിൽ ഐ വിൽ മീറ്റ് ഹെർ. പിന്നെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല. ഞാൻ വെറുതെ ഇവളെ കാണാന്നുള്ള മെയിൻ ഉദ്ദേശത്തിലാണ് വരുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സർപ്രൈസ് റിയാക്ഷൻ ഒക്കെ ഐ വിൽ ടേക്ക്. Let's see how that goes. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നെ കുറെ നാളായി. സോ ഐ എം എ ബിറ്റ്, അതായത് ഞാൻ കഴിഞ്ഞ വർഷം നമ്മളിങ്ങനെ അവിടെ പോണു ഇവിടെ പോണു എന്നൊക്കെ പറഞ്ഞെടുത്തു. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ വർഷം നമ്മൾ തുടങ്ങിയപ്പോഴും we did videos like I just talked to you guys. I have not done these kind of videos in a long time and it's so strange. Strange എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ, ഈവൻ ഞാന് ഇപ്പൊ ട്രെയിനിൽ വരുമ്പോ I was so shy. It was so weird for me to take a vlog because എന്റെ ഓപ്പോസിറ്റ് 2 കുട്ടികളാ. അപ്പൊ അവരും എന്നെ ഇങ്ങനെ നോക്കുന്നു, ഞാൻ ഓരോന്നും വീഡിയോ എടുക്കണത്. അപ്പൊ എനിക്കാണെങ്കിൽ at that time is actually when I understood നമ്മുടെ ഇവിടുത്തെ വ്ളോഗേഴ്സിന്റെ ഒക്കെ ഒരു എന്താ പറയാ, they're very I don't know the exact word, but അവർ ഈ പബ്ലിക് പ്ലേസിലും ഇങ്ങനെ വ്ളോഗ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്യണം ആൾക്കാർ എന്ത് വിചാരിക്കുന്ന ആൾക്കാർ നോക്കണമെന്നൊന്നും they don't mind. They just actually take. So that's actually very cool. For me it was so strange and weird. I felt like ഇപ്പൊ തന്നെ ഞാൻ ഈ ഓട്ടോയില് ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഞാൻ വ്ളോഗ് ചെയ്യാ, ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യണ്ട, ചേട്ടൻ വണ്ടി ഓടിച്ച് പോയിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഐ ആം വ്ളോഗിങ്. ഐ ഹോപ്പ് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നു. ഞാൻ മൈക്കില് വോയിസ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ വോയിസ് ക്യാൻസൽ ആയിട്ടാണ് വരണത് അല്ലേ വരണതൊന്നും അറിയില്ല. എന്റെ അമ്മ എന്തിനാണ് ഈ സ്കൂട്ടർ നീ ഫോൺ അടിക്കുന്നത്? ഐ തിങ്ക് വി ആർ ഓൾമോസ്റ്റ് ദേർ. കണക്കൂട്ടർ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെറുതെ ഈ വീട്ടിൽ വരണത്. സ്വയം ഞാനൊരു ഊഹത്തിലങ്ങ് പോവാണ്. സോ ഐ തിങ്ക് വി ആർ ഓൾമോസ്റ്റ് റീച്ചിങ്. സോ ലെറ്റ്സ് സീ. സത്യ, who are you? Amma is out? Now hide. Second standard. We are going upstairs. Let's see.
ജാനു എന്തുണ്ട് കുട്ടാ വിശേഷം? How are you? YouTube ചാനല് എനിക്ക് കട്ടിയില്ല അതൊക്കെ ഹരിന്റെ ഏജ് കഴിഞ്ഞു. സത്യം എന്തായാലും അതുപോലെ ഒരു കാര്യം വേണ്ട. ഈ കളറിംഗ് ബുക്ക് അരിച്ചാട്ട് കൊടുക്കാം. ഓക്കെ, കളറിംഗ് ബുക്ക് അരിച്ചാട്ട് എടുത്തോട്ടെ. നീ കളർ ചെയ്യുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. കളർ ചെയ്യട്ട് അവൻ ചെയ്യൂലെന്നാ. ഇവനാകുമ്പോ ഇവന് വരയ്ക്കാൻ ഒരു ചെറിയ ഇതുണ്ട്, കഴിവുണ്ട്. വരയ്ക്കാൻ ഇതാ അല്ല, ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാം. പകുതി പകുതി സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാനേ പറ്റും. ഇങ്ങനെ ഇത്രയും കളർ ഒരാൾക്ക്, ഇത്രയും കളർ ഒരാൾക്ക്. നീ ഒരു മറ്റേ ഇത് എനിക്ക് തന്നു. ഒരു കാര്യം പറയാനായിരുന്നു. ഹായ്, ഞാന് ഇവളുടെ അവിടെ ഇപ്പൊ എത്തി. ഞാൻ ഒഴിച്ച് ഈ വീട്ടിലെ എല്ലാ ആൾക്കാരും അറിയായിരുന്നു. ഞാൻ നൈറ്റിയിൽ ഇരിക്കുക. Satya, what are you doing? I'm making sound. For? Why? Because you have a mic? Yep. Okay, we'll test how it is, okay? Okay, other than the sound, sing something. Ow. Yeah. Lion and the mouse was living in a jungle. Okay. And the lion was sleeping. The mouse came to help the lion. The lion woke up and got the mouse. In another day, a hunter got the lion in a net. And the mouse came to help the lion with his teeth in a net. Then thank you, mouse. You're my best friend. See, if you close the mic, then the sound will not come. You should. Don't touch. Okay. Ow. Ow. Okay, next tell me a story in Malayalam. I don't know Malayalam. Why you don't know Malayalam? I don't know Malayalam. പക്ഷെ കുറച്ചു മുമ്പ് അമ്മ അടുത്ത് മലയാളത്തിൽ സംസാരിച്ചല്ലോ. കഥ പറയാൻ അറിഞ്ഞൂടാ. വേറെന്തറിയാം മലയാളത്തില്? കാക്കയുടെ കഥ അമ്മ പറഞ്ഞില്ലേ? കാക്ക വെള്ളം തായിച്ച് വന്ന് ആ സ്റ്റോറി പറഞ്ഞു കൊടുക്കും. അതൊന്നും താല്പര്യമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയോ? ഇംഗ്ലീഷിലാണെങ്കിലും കുഴപ്പമില്ല. വേറെ കഥ അറിയോ? നമ്മള് കുറച്ചു നേരം കത്തിയൊക്കെ അടിച്ചിട്ട് now we are going out. ഹലോ, ഹായ്, പറയൂ എന്തുണ്ട്? എന്നെ കൊണ്ട് വീഡിയോ കട്ടയിപ്പിച്ചിട്ട് ബാക്കി ഇനി പറഞ്ഞോ. യെസ്, വി ആർ ഗോയിങ് ഔട്ട്. ഗോയിങ് ഔട്ട് അല്ല, കണ്ടന്റ്. എനിക്ക് വീഡിയോയിൽ നോക്കി കുറച്ച് കോൺഷ്യസ് ആണ് ഞാൻ. എന്താ കൊറേ നാൾ ശേഷം കണ്ടതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് ഫോർ ഷുവർ. പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭയങ്കര എന്നെ പോലെ അല്ല, എനിക്കും ഭയങ്കര ഇതൊന്നുമല്ല. ബട്ട് നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈവൻ ഐ വാസ് വെരി ക്യാമറ ഷൈ ഇനീഷ്യലി. ഇപ്പോഴാണ് പിന്നെ കുറച്ചൊരു ക്യാമറ ഇല്ലെങ്കിൽ എന്തും പറയും. അപ്പൊ നമ്മള് വെറും അലവലാദികൾ. സോറി, വീട്ടുകാർ കാണുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. സോ വി ആർ ഗോയിങ് ഔട്ട്. നമ്മള് കോൺവെന്റ് ജംഗ്ഷൻ ആൻഡ് ദെൻ അവിടെ നിന്ന് വാട്ടർ മെട്രോയാ ഊബർ ഓട്ടോ വിളിച്ചിരിക്കുകയാണ്. ഇപ്പൊ വരും. നമ്മൾ എവിടെയൊക്കെ പോകുന്നത് പറയൊക്കെ കേട്ടാ. കോൺവെന്റ് ജംഗ്ഷൻ, ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലോട്ട് തന്നെ വാട്ടർ മെട്രോ. ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ആശിക്കാണ് ഞാൻ പറഞ്ഞില്ലേ എന്റെ അടുത്ത് വെള്ളമാണ്, മുങ്ങിപ്പോവും, സൂക്ഷിച്ചിരിക്കണം. ഇത് സേഫ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് വാട്ടർ മെട്രോ ആണെന്ന് തോന്നുന്നു. ശരി, ഗൂഗിൾ. അതെ, അല്ല ഗൂഗിൾ ചെയ്ത് നോക്കട്ടെ. ചേട്ടൻ അവിടെ പോണം. അതാണോ 26 എന്ത് നമ്പർ? 3269. അയ്യോ, പിന്നെ നമ്മളുടെ ഓട്ടോ ഊബർ ഓട്ടോ വന്നിരിക്കുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും. കാരണം സത്യം പറഞ്ഞാൽ
നമുക്ക് രണ്ടുപേർക്കും കുറച്ചൊരു ക്യാമറ ഓൺ ആക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. പക്ഷെ ക്യാമറ ഓഫ് ആക്കിയ അപ്പൊ തന്നെ നമ്മള് കത്തേടിയാണ്. അല്ലെങ്കിൽ അത് മറ്റേ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഓഡിയോ ആയിട്ട് വേണമെങ്കിൽ ഓഡിയോ മറ്റേ വോയിസ് നോട്ട് പോലെ എല്ലാം നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം പ്രോബബ്ലി ദിസ് വിൽ ബി എ വെരി ഷോർട്ട് വ്ലോഗ്. ബട്ട് ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഷോ യു. നമ്മളിപ്പോ ഈ കോൺവെന്റ് ജംഗ്ഷനിൽ പോണതും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഗോപാല പ്രഭു എന്ന് പറഞ്ഞിട്ട് റോഡിൽ പോട്ടെ, അവിടെ തുണീന്റെ ഒക്കെ കാര്യം നോക്കാന്ന് പറഞ്ഞ കുഴപ്പമില്ല, ചില്ല് ചെയ്യണം. സോ പറ്റുവാണെങ്കിൽ ഐ വിൽ ഷോ യു ദീസ് പ്ലേസസ് ആൻഡ് യാ ലെറ്റ്സ് ഗോ നൗ. അങ്ങനെ നമ്മൾ എവിടെ എത്തി? വാട്ടർ മെട്രോ. നമ്മളില്ലേ ഈ എന്താണ് ഗോപാല പ്രഭു റോഡ്, കോൺവെന്റ് റോഡിലൊക്കെ ഒന്ന് കറങ്ങി, പക്ഷെ നമ്മുടെ വൈബിന് ഒത്തില്ല സാധനം. അങ്ങനെ വി ആർ ബാക്ക് ടു വാട്ടർ മെട്രോ ആൻഡ് ഫ്രം ഹിയർ വി ആർ ഗോയിങ് ടു ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി പോയി കുറച്ച് ചിൽ ചെയ്തിട്ട് നമ്മൾ ഫുഡ് അടിച്ച് വീട്ടിൽ പോകും. വീട്ടിൽ പോകണം. എന്താണ് പരിപാടി പോലെ നമുക്ക് മറ്റേ പനമ്പള്ളി നഗറിൽ ഒരു കടയും കൂടെ പനമ്പള്ളി നഗറിൽ നമ്മളൊരു കടയും കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും മോളില് ഷോപ്പ് ചെയ്യുമ്പോ മോൾ ഇനി അടുത്തടുത്ത് ഇങ്ങനെ മോളിന് ആലോചിക്കുക. കാരണം ദുബായ് മോള് അതുകൊണ്ടാണ് തന്നെ ഞാൻ മോളുടെ കാര്യമേ പറയാത്തത്. നൈസ്. ഏതായാലും നല്ല മറ്റേ ചെറിയ ചെറിയ ഫുഡ് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഓക്കെ. നമുക്ക് തിരിച്ചു പോകുമ്പം നമുക്ക് ഒരു ഫേമസ് മോമോസ് കടയുണ്ട്, ഷിഫൂസ് മോമോസ്. കൊച്ചിയിൽ ഭയങ്കര മറ്റേ ചീപ്പ് 60 rupees പെർ പ്ലേറ്റേ ഉള്ളൂ. ഭയങ്കര തിരക്കുവാ. അവിടെ പോവാം. ഭയങ്കര ഫേമസ് ആ കൊച്ചിയിൽ പനമ്പള്ളി. പിന്നെ വല്ല നമ്മുടെ കേരളീയ ചെറിയ ചെറിയ കടകൾ അറിയോ സാർ? ചെറിയ ചെറിയ കട ഇവിടെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ മറ്റേ ചാട്ടും വൈകിട്ടൊക്കെ മോമോസ് ഇങ്ങനെ. ഐ ഡോണ്ട് ലൈക്ക് ചാട്ട്, പക്ഷെ യു ഷുഡ് ട്രൈ. ഇവിടെ നല്ല ഗുജറാത്ത്. ബട്ട് എനിക്ക് ചാട്ട് മസാല ഇല്ലേ, ആ മസാല എന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല. ഇത് ഫേമസ് മറ്റേ മറൈൻ ഡ്രൈവിലെ പഴയ ചക്കയാ ബിൽഡിംഗ് ഉണ്ടോ ഒന്നുകൂടെ പറ. പഴയ ഫസ്റ്റ് മറൈൻ ഡ്രൈവിലെ ഈ ആദ്യം പണ്ടുണ്ടായിരുന്ന ആൾക്കാരുടെ പഴയ അപ്പാർട്ട്മെന്റ്സാ. കാണുമ്പോ പറഞ്ഞൂടെ അതിന്റെ ഒരു ഇതിന്റെ ക്യൂ എന്താ? അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിൽ വാട്ടർ മെട്രോയിൽ നിന്നും വി വെന്റ് ടു ഫോർട്ട് കൊച്ചി ആൻഡ് ദെൻ വി റോംഡ് അറൗണ്ട് അലോട്ട്. കുറേ നടന്നു. എന്നിട്ട് പന്തലിൽ പോയി ഫുഡ് അടിച്ചിട്ട് നമ്മൾ വി ഗോട്ട് ബാക്ക് ഹോം ആൻഡ് വൈകുന്നേരം ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പനമ്പള്ളി നഗറിലൊക്കെ പോയി ചില്ലൊക്കെ ചെയ്തു. അതിൻ്റെ ഒന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് എടുത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ ഞാനും വൈഷും കൂടെ ഞാനന്ന് അവിടെ കിടന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് വി ഗോട്ട് ബാക്ക് ടു ട്രിവാൻഡ്രം. സോ ട്രിവാൻഡ്രത്ത് വരും മുമ്പേ ഒരു സൈനിങ് ഓഫ് പോലത്തെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ആക്ച്വലി ഒരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ ഞാൻ സത്യം പറയട്ടെ, ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോ എടുത്തു, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ്. ഐ ഫോർഗോട്ട് ടു ക്ലിക്ക് ദ record button. So I am ending the vlog over here. I will see you in the next video soon. Aduvare tata, bye bye.